ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിവിങ് എക്സ്പെൻസസിനെ പറ്റിയും ഹൗ മച്ച് വി ക്യാൻ സേവ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു നഴ്സിംഗ് ഹോമിലാണ്. അപ്പോൾ ആ നഴ്സിംഗ് ഹോമിലെ സാലറിയും വെച്ച് ഇവിടുത്തെ എൻ്റെ ലിവിങ് എക്സ്പെൻസസ് എത്രത്തോളം മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹൗ മച്ച് ഐ ക്യാൻ സേവ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പിന്നെ അതിന് മുന്നേ തന്നെ എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ലിവിങ് എക്സ്പെൻസസും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കേസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പുറമേ പോയിട്ട് അധികം ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കാത്ത ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിങ്ങിൻ്റെ കേസിൽ പുറമേ പോയിട്ടുള്ള ഒരു ചിലവ് വരുന്നില്ല. ഞാൻ സെൽഫ് കുക്കിംഗ് ആണ്. അപ്പോൾ കുക്ക് ചെയ്ത് ഐറ്റംസ് വാങ്ങിച്ച് കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്താ പറയുക, ഞാൻ വേറെ വലിയ എക്സ്പെൻസസ് ഒന്നും എനിക്ക് വരാറില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് ഫുഡിലെ എക്സ്പെൻസസ് വരിക എന്ന് പറഞ്ഞാൽ പുറമേ പോയി കഴിക്കുമ്പോഴാണ്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു പുറമേ പോയിട്ടൊരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ ഒരു 9 പൗണ്ട് ആവും. പക്ഷെ നേരെ മറിച്ച് നമുക്ക് 10 പൗണ്ടിന് 10 കിലോ അരിയും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 1.45, അതായത് 1.5 പൗണ്ടിന് നമുക്ക് 1 കിലോയോളം ചിക്കനും കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ചിന്തിക്കാൻ പറ്റും, നമ്മൾ സെൽഫായിട്ട് വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലാഭമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മൾ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ ചില മന്തിൽ നമുക്ക് 4 വീക്സ് ഉണ്ടാകാം, ചില മന്തിൽ നമുക്ക് 5 വീക്സ് ഉണ്ടാവാം. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 വീക്കിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 4 വീക്കിൽ നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള അവേഴ്സ് എന്ന് പറഞ്ഞാൽ 20 അവേഴ്സ് പെർ വീക്കാണ് നമുക്ക് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് പെർ അവർ കിട്ടുന്നത് 9.5 പൗണ്ട്സ് ആണ്. അത് ഏജിൽ വ്യത്യാസം വരും. ഇപ്പം മിനിമം വേജ് 8.28 ആക്കിയിട്ടുണ്ട്. അപ്പം മിക്കവാറും കെയർ ഹോമിലൊക്കെ ജോലിക്കെല്ലാം ഒരു 9 പൗണ്ട് എബോവ് കിട്ടാറുണ്ട്. എനിക്ക് 9.5 ആണ് കിട്ടുന്നത് പെർ അവർ. പിന്നെ അതുപോലെ തന്നെ സൺഡേ ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ വരും. അത് ഞാൻ കണക്കാക്കണില്ല, എന്നാലും ബാക്കിയുള്ള 9.5 വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ 9.5 വെച്ചിട്ട് 20 അവേഴ്സ് പെർ വീക്ക് നോക്കുകയാണെങ്കിൽ 760 പൗണ്ട്സ് ആണ് നമുക്ക് ഒരു മന്തിൽ കിട്ടുക, 4 ആഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ. ഇൻ കേസ് അതിൽ 5 വീക്സ് വരികയാണെങ്കിൽ നമുക്കൊരു 950 പൗണ്ട്സ് വരും. അപ്പം നമുക്ക് ഒരു മാസം പെർമിറ്റഡ് ആയിട്ട് നമ്മൾ പാർട്ട് ടൈം ചെയ്യുമ്പം നമുക്ക് കിട്ടണത് ഒരു 760 അല്ലെങ്കിൽ 950 പൗണ്ട്സ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് ചിലവ് വരുന്നത് എന്ന്, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഫുഡിങ്ങിന് അധികം ചിലവ് വരാറില്ല. കൂടിപ്പോയ ഒരു 50-60 പൗണ്ട്സ് മാത്രമാണ് എനിക്ക് ഫുഡിങ്ങിന് ഒരു 1 മന്ത് ചിലവ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 പൗണ്ടിന് നമുക്ക് വെജിറ്റബിൾസ്, അത് 2 കിലോ ഒക്കെ ടൊമാറ്റോ, അങ്ങനെ നമുക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കിട്ടും. അപ്പം നമുക്ക് അതിൽ ഫുഡ് ഐറ്റംസ് വാങ്ങുന്നതിന് വലിയ ചിലവ് വരാറില്ല. ഞാനൊരു മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫുഡിങ്ങിന് എനിക്കൊരു 60 പൗണ്ട്സ് ഒക്കെയാണ് മാക്സിമം വരാറുള്ളൂ. പിന്നെ അതുപോലെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് മൊബൈൽ റീചാർജ് ആണ്. ഞാൻ 10 പൗണ്ട്സ് ആണ് ലിബാര റീചാർജ് ചെയ്യാറ്. അപ്പോൾ ഒരു 10 പൗണ്ട്സ് അത് വരുന്നുണ്ട്. പിന്നെ ട്രാവൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ബസ്സാണെങ്കിൽ നമുക്കറിയാം ഒരു 1.5 അവേഴ്സിനുള്ളിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1.5 പൗണ്ടാണ് ചാർജ് വരുന്നത്. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് എൻ്റെ വർക്കിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ചിലതെല്ലാം എനിക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ചിലയിടത്ത് എനിക്ക് നടന്നു പോകാൻ പറ്റും. അല്ലാതെ മാത്രമാണ് എനിക്ക് ബസ്സിനോ ട്രെയിനോ കയറി പോകേണ്ട വരുന്നത്. അപ്പം എനിക്ക് മാസത്തിൽ എൻ്റെ ട്രാവൽ എക്സ്പെൻസും ഒരു 50 പൗണ്ട്സിനുള്ളിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് മെയിൻലി എനിക്ക് വരുന്ന ചിലവ്. കാരണം ഞാൻ വേറെ പാർട്ടിയും പബ്ബ് അങ്ങനത്തേനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് വേറെ അധികമുള്ള എക്സ്ട്രാ ചിലവൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് ഇപ്പം നമ്മൾ വല്ല ഡ്രസ്സും വാങ്ങിച്ചു, അതൊക്കെ നമുക്ക് എല്ലാ മന്തും വരുന്ന ചിലവൊന്നുമല്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു മന്തിൽ നമുക്ക് നെസസറി കാര്യങ്ങൾക്ക് വരുന്ന ചിലവ് എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് ചിലവ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 470 പൗണ്ട്സ് ആണ് ഒരു മന്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന നെസസറി ആയിട്ടുള്ള ചിലവുകൾ. ഇത് കൂടാണ്ട് മെയിൻലി നമുക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ താമസത്തിനുള്ള ചിലവാണ്, റെൻറ്റ്. നമുക്കറിയാം ഒത്തിരി പേരൊക്കെ ഇവിടെ വീടെടുത്ത് ഷെയർ ചെയ്ത് നിൽക്കുന്നവരുണ്ട്. പിന്നെ ഔട്ടർ ലണ്ടനും ഇന്നർ ലണ്ടനും കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ റെൻറ്റിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇന്നർ ലണ്ടനിലായതുകൊണ്ട് തന്നെ എൻ്റെ റെൻറ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി ഇത്തിരി ഹൈ ആണ്. അതുകൂടാണ്ട് ഞാൻ സിംഗിൾ റൂമിലായതുകൊണ്ട് എനിക്ക് 350 ഇൻക്ലൂഡിങ് ബിൽസ് ആണ് എൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ എനിക്ക് മന്ത്ലി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ £350 എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വരുന്ന ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ചിലവ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ്, അതുകൂടാണ്ട് ഈ £10 ലിബാര റീചാർജാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് മന്ത്ലി വരുന്നത് ഓൾമോസ്റ്റ് ഒരു £470 ആണ്. അതുകൂടാണ്ട് ഇപ്പോൾ ചില മന്തിൽ നമുക്കിപ്പോൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടി വരിക, അങ്ങനെയൊക്കെ വന്നാൽ കൂടെ എനിക്കൊരു £500 അടുത്ത് മാത്രമാണ് എനിക്ക് എൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. പക്ഷേ ഇത് എൻ്റെ കേസാണ്. കാരണം അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ പബ്ബിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാർട്ടി അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ അവർക്ക് ഒത്തിരി പൈസ ചിലവാകും. എന്നെ സംബന്ധിച്ച് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു £470 ആണ് ഓൾമോസ്റ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് എനിക്കൊരു ചിലവ് വരുന്നത്. അപ്പോൾ ഈ £470 ആണ് എൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു മന്ത് 9.5 വെച്ച് 20 hours per week 4 weeks ചെയ്താൽ നമുക്ക് കിട്ടണത് എന്ന് പറയുന്നത് 760 ആണ്. ഈ 760ന് 470 നമുക്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ £290 ആണ് നമുക്ക് കിട്ടുക. ഇൻ കേസ് 5 weeks ഉള്ള ഒരു മന്ത് ആണെങ്കിൽ നമുക്ക് £480 കിട്ടും. അത് മാറി മാറി വരാം. അപ്പോൾ നമുക്ക് 5 weeksൻ്റെ വിടാം. 4 weeksൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു £290, 90 വേണ്ട, ഒരു £250 എടുക്കാം. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് 20 hours per week വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കെയർ ഹോമിൽ അല്ലെങ്കിൽ ഞാനൊരു 9.5 സാലറി വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് £250 നമുക്ക് മിനിമം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. £250 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടത്തെയും കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 25,000 റുപ്പീസോളം നമുക്ക് മാസം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ കേസിലുള്ള എൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത്. ഇതുകൂടാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെക്കേഷൻ ടൈമിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ എക്സ്ട്രാ ഒരു ക്യാഷ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ പെർമിറ്റഡ് ആയിട്ട് നമുക്കൊരു മന്ത് 20 hours per week വെച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് എൻ്റെ മാത്രം എക്സ്പെൻസ് ആണ്. ഒത്തിരി പേര് എന്നോട് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസിൻ്റെ കാര്യവും എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു മന്ത് എൻ്റെ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. കഴിഞ്ഞ മന്ത് ഞാൻ എക്സ്പെൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ച് നോക്കിയപ്പം എനിക്ക് വന്ന സേവിങ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് £290 ആണ്. അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്നിട്ട് അത്യാവശ്യം സേവ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയോടെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു £250 തന്നെ നമുക്ക് ഒരു മന്ത്ലി നമുക്ക് സേവിങ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ വേറെ ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം. ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.